ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുകയാണ്. ഈ FCRA നിയമം വരുന്നതിന് മുമ്പ് ഒരു CJP പ്രൊട്ടസ്റ്റ് കൊണ്ടുവന്ന് ഈ പാർലമെന്റിനെ മുഴുവനായിട്ട് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. പറ്റിയ ഒരു റിജീം ചേഞ്ച് കഴിഞ്ഞ ദിവസം നമ്മള് UK മുൻ മന്ത്രിയുടെ ഒരു പ്രസ്താവന കൂടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാട് വിടേണ്ടി വരും എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ അതായത് ലോകരാജ്യങ്ങളിലെ ഓരോരോ MP മാരുടെ ആയിട്ടുള്ള പ്രതികരണം വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഇന്ത്യയിലേക്ക് ഫണ്ട് ഇറക്കുന്ന നിർദ്ദിഷ്ട താല്പര്യമുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് UK, USA എന്നിങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു അവിടുത്തെ ട്രംപിന്റെ JD വാൻസ് വന്നപ്പോ ഇവിടെ ഉള്ള ചാരിറ്റി സംഘടന എന്നറിയപ്പെടുന്ന മദർ തെരേസയുടെ ചാരിറ്റി സംഘടനയെ പോയി കണ്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും കണ്ടില്ല, കൊൽക്കത്തയിലാണ് ഓടിച്ചെന്നത്. അപ്പൊ ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നു. ഇതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു നിരാശാബോധം ഇത് വേണം, അല്ലെങ്കിൽ ഇതിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരുടെ ഉള്ളിലുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തടുക്കാൻ പറ്റില്ല, വച്ചകാലി പിറകിലോട്ട് അടിക്കില്ല എന്ന് അവർക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ CJP വന്നു. CJPയുടെ പ്രൊട്ടസ്റ്റും വെള്ളത്തിൽ വരച്ച വല പോലെയായി. കാരണം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അവർ കൊടുത്തായിരുന്നു. ഇപ്പോഴിതാ നമ്മുടെ ട്രംപിന്റെ ഒരു MP ഇത് രംഗത്തെത്തിയിരിക്കുകയാണ്. വളരെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ട്രംപിന്റെ MP രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണമാണ്. ഇന്ത്യയുടെ FCRA ബിൽ ഉഭയകക്ഷി ബന്ധത്തെ, അതായത് ഇത് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ആ ഒരു തലത്തിലെത്തി. കാരണം ഇത് നിങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു ഉഭയകക്ഷി ബന്ധത്തെ ഇത് ബാധിക്കുമെന്ന് പറയുന്നു. പള്ളികളെയും മതപരമായിട്ടുള്ള ചാരിറ്റികളെയും സർക്കാർ നിയന്ത്രിക്കാൻ ഇത് പ്രാപ്തമാക്കും എന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. US കോൺഗ്രസ് അംഗം റൈലി മൂറാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ബില്ലിന്റെ മേൽനോട്ട അധികാരങ്ങളെയും വിദേശ ധനസഹായമുള്ള സ്ഥാപനങ്ങളിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ചുള്ള വിശാലമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇയാളുടെ പരാമർശങ്ങൾ മൂർച്ച കൂട്ടി എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇത് എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഇയാളുടെ ഒരു പ്രസ്താവനയാവാനുള്ള സാധ്യതയില്ല. ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ഫണ്ട് ഇറക്കുന്ന ജോർജ് സോറോസ് അടക്കമുള്ള അതിന് പിന്നിലുള്ള, നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ചാനലും പറയാൻ ധൈര്യം പോലും കാണിക്കാത്ത ഡീപ് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്ന കമ്പനീസ് ഉണ്ട്. ബ്ലാക്ക് വാട്ടർ, വാൻഗാർഡ് എന്ന് പറഞ്ഞ കമ്പനീസ് ഉണ്ട്. ഇന്ത്യയുടെ GDPയുടെ എത്രയോ മടങ്ങാണ് അവരുടെ സ്വത്ത് വകകൾ എന്ന് തന്നെ പറയുന്നത്. 30-35 ട്രില്യൺ ആണ് അവരുടെ സ്വത്ത് വകകൾ എന്ന് പറയുന്നത്. അവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിന്റെ മൂലക്കല്ലുകൾ, ആണിക്കല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്വാധീനം ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ പച്ചയ്ക്ക് അങ്ങ് തുറന്നു പറയണം. അതിൽ നമുക്ക് യാതൊരുവിധ പേടിയുമില്ല, മടിയുമില്ല. അപ്പൊ ഈ ഒരു പ്രസ്താവന എങ്ങനെ കാണുന്നു? അമിത്ഷാ ഇതെന്ന് അവതരിപ്പിക്കും? അതിനാണ് ഈ രാജ്യം കാത്തിരിക്കുന്നത്. എന്തെങ്കിലും സൂചനയുണ്ടോ? ഇത് ഈ പാർട്ടികളുടെ സമരത്തിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പൗരത്വ ഭേദഗതി സമരത്തിന് പിന്നിലും ഉണ്ടായിരുന്നു. അത് പിന്നീട് നമ്മൾ കണ്ടതാണ് എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളതും. ആ ലക്ഷ്യം വിട്ടവരൊക്കെ ഇന്ന് തീഹാറിലും മറ്റും കിടക്കുന്നുണ്ട്. കർഷക സമരത്തിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ പാർട്ടികളുടെ സമരത്തിന് പിന്നിൽ FCRലെ സംഘടനകൾ, പ്രത്യേകിച്ച് ഈ നവസഭയും അല്ലാത്ത സഭകളും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അവരുടെ ഫണ്ടിൽ, അവരുടെ ഒരു ഫോഴ്സിലാണ് ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നതെന്നാണ് ഓരോ ദിവസം കഴിയുന്തോറും തെളിഞ്ഞു വരുന്നത്. അതായത് ഈ രഹസ്യങ്ങൾ ഒരിക്കലും അധിക നാൾ മൂടി വെക്കാൻ കഴിയില്ല, പുറത്തു വരും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉയർത്തി പിള്ളേർ ചെയ്ത സമരത്തിന് പിന്നിൽ വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കിയതും അതിന് സമാനമായ രീതിയിൽ അതിനേക്കാൾ വലിയൊരു സമരം ജാർഖണ്ഡിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ആ വാർത്ത ചെയ്തിരുന്നു. ബിസ്ക്കറ്റ് മാത്രം കഴിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവർ, അവിടെ ബിരിയാണി ഇല്ല, ഒന്നുമില്ല. അപ്പം ഈ വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കിയതിന് പിന്നിൽ എന്തായിരുന്നു? കാരണം അതിൽ തന്നെ അച്ഛന്മാർ, അതായത് ഈ പാതിരിമാർ നേരിട്ട് ആ സമരത്തിൽ പങ്കെടുത്തു. ആ സമരത്തിൽ പങ്കെടുക്കാണ്ട് യുവതിയുവാക്കളെ പാതിരിമാർ തന്നെ ആഹ്വാനം ചെയ്തു, നിങ്ങൾ അതിൽ പങ്കെടുക്കണം, ഇത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു. കാരണം അവസാനം അവർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ തെളിഞ്ഞു വരും. കഴിഞ്ഞ ദിവസം UKയുടെ ഒരു സെനറ്റ് അംഗം പറയുന്നു, ഇന്നിപ്പോൾ അമേരിക്കയുടെ ട്രംപിന്റെ പാർട്ടിയുടെ MP പറയുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, 2024-26 ജിഹാദികളുടെ ഒരു അഴിഞ്ഞാട്ടമാണെങ്കിൽ ഇപ്പോൾ ഈ നവസഭക്കാരുടെയും ഈ ടീമുകൾ സ്പോൺസർ ചെയ്യുന്ന ഒരു കലാപ നീക്കമായിരുന്നു പാർട്ടി സമരത്തിലൂടെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ പല സ്റ്റേറ്റ്മെന്റുകൾ, ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, നമ്മളത് വാർത്ത ചെയ്തിരുന്നു, ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് വരുന്നു. അതിൽ പറയുന്നത് അമേരിക്കയുമായുള്ള ബന്ധം തകരുമെന്നാണ് പറയുന്നത്. ഇത് കേട്ടാത്തൊന്നും ഇപ്പൊ നല്ല രീതിയിലുള്ള ബന്ധമാണ് എന്നാണ് തോന്നുന്നത്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഏതായാലും അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിയമം പാസ്സാക്കാൻ കഴിയുമോ? ഇവർ ഈ മസില് പിടിക്കുന്നതൊന്നും വേറെ രാജ്യങ്ങളുടെ നേർക്ക് നടക്കുന്നില്ലല്ലോ. പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ കൊല്ലുമ്പോൾ കമാന്നൊരക്ഷരം സായിപ്പ് മിണ്ടാറില്ല, നൈജീരിയയിൽ മിണ്ടാറില്ല, മറ്റിടങ്ങളിൽ മിണ്ടാറില്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിണ്ടാറില്ല. ഇതൊക്കെയാണ് ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, കുഷ്ഠരോഗികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ധാക്കയിലാണ്, ധനുഷ, ബംഗ്ലാദേശിൽ. പക്ഷെ മദർ തെരേസ എവിടെ ഇത് സ്ഥാപിച്ചെന്നറിയാം? കൽക്കത്തയിലാണ്. എന്താണ് ധാക്കയെ സ്ഥാപിക്കാൻ? ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ഉള്ളിടത്താണല്ലോ ഈ കുഷ്ഠരോഗികളുടെ ചികിത്സയും അവരുടെ സേവനവും ചെയ്യാൻ ഒരു ആശ്രമം കെട്ടേണ്ടത്. എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിലെ കൽക്കത്ത കെട്ടിയെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞ് പണി പാളും. ധാക്കയിൽ പോയ ഹിന്ദുക്കളല്ല, അവിടെ മുസ്ലിംസ് ആണ്.
അവിടെ ഒന്നും ഇവർക്ക് ജീവകാരുണ്യം ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ ഇവർ ജീവകാരുണ്യ പ്രവർത്തനം നടന്നിട്ടുണ്ടോ? ബംഗ്ലാദേശിലുണ്ടോ? ഇല്ലെങ്കിൽ പാകിസ്ഥാനിലുണ്ടോ? എങ്ങും ചെയ്യില്ല. അപ്പം ഇവിടെ വന്നിട്ട് ഈ അസംഘടിതരായ ഹിന്ദുക്കളെ ചൂഷണം ഇത് തന്നെയാണ് ഇവർ ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗങ്ങളെ മാറ്റിയെടുത്തത്. മറ്റിടങ്ങളിലൊക്കെ ഇവർ ചെയ്തിരുന്ന പണിയാണ്. അത് വ്യാപകമായിട്ട് ഇവർ ചെയ്യുകയാണ്. അത് ചെയ്യാൻ ഒരു തടസ്സം ഇവർക്ക് വന്നപ്പോഴാണ് ഇവരിപ്പോൾ പറഞ്ഞ് പുതിയ ഉഡായിപ്പുമായിട്ട് രംഗത്തെത്തിക്കും. പക്ഷെ അതിൽ നിന്ന് പിന്നോക്കം പോകാൻ നമ്മുടെ രാജ്യത്തിന് കഴിയില്ല. കാരണം രാജ്യത്തെ തകർക്കുന്നതിനുള്ള ഫണ്ടാണ് ഈ എത്തുന്നത്. അതല്ലാതെ സേവന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ എത്തുന്ന സംഘടനകൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇത് ക്രിസ്ത്യൻസിന് മാത്രമല്ല, ക്രിസ്ത്യൻസിനേക്കാൾ കൂടുതൽ ഹിന്ദു സംഘടനകൾക്ക് NGOകളുണ്ട്, സിഖുകാർക്കുണ്ട് NGOകൾ, ജൈനന്മാർക്കുണ്ട്, പാഴ്സികൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇത് കൂടാതെ പരിസ്ഥിതിക്കാരുണ്ട്, മറ്റവരുണ്ട്, മറിച്ചവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവർക്ക് ആർക്കും വിഷയമില്ല. ഇവന്മാർക്കാണ് ഈ പ്രശ്നം മുഴുവൻ. ഇപ്പൊ മനസ്സിലായില്ലേ ഇവരാരാ സ്പോൺസർ ചെയ്യുന്നത്? ഈ സമാനമായ ഡയലോഗ് കേരളത്തിലൊരു യൂട്യൂബർ ഒരു വർഷം മുമ്പ് ഇത് തന്നെ പറഞ്ഞിരുന്നു. FCR നടപ്പാക്കില്ല, അമേരിക്ക ഇടപെടും, ട്രംപ് ഇടപെട്ടു, ട്രംപ് കണ്ണുരുട്ടി, മോദി വരണ്ടു എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം വാർത്ത ചെയ്യുന്നൊരു മഹാനാണ്. പുള്ളി ഇത് തന്നെ പറഞ്ഞു. പുള്ളി ഈ പെന്തക്കോസ് കാർക്ക് വേണ്ടി പ്രത്യേക വാർത്ത ചെയ്ത് അവരെ ആവേശഭരിതരാക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതേ ഡയലോഗ് പറഞ്ഞു. അതായത് കഴിഞ്ഞ കുറെ നാളുകളായി ഇതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. ഇതെല്ലാം നമ്മൾ എത്രയോ തവണ അത് പറഞ്ഞിരിക്കുന്നു. ഇതിനുള്ള മുന്നൊരുക്കം നടക്കുന്നു. ഈ 0.5 എന്ന് പറയുന്നിടത്ത് നക്സൽ ഇപ്പൊ ആർക്കും ഛത്തീസ്ഗഡിൽ പോകണ്ട, ഇപ്പൊ ആർക്കും ജാർഖണ്ഡിൽ പോകണ്ടല്ലോ. എന്താ ഇപ്പൊ അവിടുന്ന് വാർത്തകളൊന്നും വരാത്തത്? മാർച്ച് 31 ഇന്ത്യയിലെ നക്സലിസം പൂർണ്ണമായി ഇല്ലാതാക്കി. ഇനി അവിടെ കയറാൻ പറ്റില്ല. നക്സലുകളായിരുന്നു ഇവരെ അവിടെ കൊണ്ടുപോയിരുന്നതും. ഇവർ അവിടെ കൊടുക്കുന്ന ക്യാഷ്, ലാപ്ടോപ്പ്, മറ്റു കാര്യങ്ങൾ ഇവർ സഹായിക്കും. അപ്പൊ അവിടെയുള്ള പാവപ്പെട്ട ഗോത്രവർഗ്ഗക്കാരെ കാണിക്കും, അവരോടൊപ്പം ഫോട്ടോ എടുക്കും, അവരുടെ പേര് മാറ്റിക്കൊടുക്കും. എന്നിട്ട് ഇത് വെച്ചിട്ട് പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് മതപരിവർത്തനം. ഇന്നിപ്പോ വേണ്ടല്ലോ, ആർക്കും ഛത്തീസ്ഗഡ് പോകണ്ട, ആർക്കും ജാർഖണ്ഡ് പോകണ്ട, പോയാൻ പറ്റില്ല. അതാണ് അവസ്ഥ. ഇപ്പോഴെന്താ ആർക്കും അവിടുത്തെ പാവപ്പെട്ടവരൊക്കെ പണക്കാരാകും ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് അവസ്ഥ. ഇപ്പോൾ അത് പുറമേക്ക് വന്നിരിക്കുകയാണ്. ഏതായാലും ഈ ആഴ്ച ഒടുക്കമോ അടുത്ത ആഴ്ച ആദ്യമോ FCR ബില്ല് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത് കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ല. ഇതൊരു രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭാഗമാണ്. FCRന്റെ ബില്ലല്ല കൊണ്ടുവരുന്നത്. FCR ബില്ല് ഓൾറെഡി ഇവിടെ ഉണ്ട്. 2010 അതിന്റെ നിയമം കുറച്ചുകൂടെ കർശനമാക്കി. ഇപ്പൊ കൊണ്ടുവരുന്ന FCR ബില്ലിന്റെ ഭേദഗതിയാണ്. ഇത് ഇവിടുന്ന് പോയ അച്ഛന്മാരെയൊക്കെ വിളിച്ചിരുത്തി അമിത്ഷാ കാര്യമായി തന്നെ പറഞ്ഞു, ഇത് നിങ്ങളുടെ മതത്തിനെ ബാധിക്കുന്ന വിഷയമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയെ ബാധിക്കുന്ന വിഷയമല്ല. പുറത്തുനിന്ന് വരുന്ന ഫണ്ടിന്റെ കണക്കുണ്ടാകണം. കണക്കില്ലാതെ പൈസ പുറത്തുനിന്ന് സായിപ്പ് കൊണ്ട് എത്തിക്കുന്നു. ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങളും ജിഹാദികളും തമ്മിൽ എന്ത് വ്യത്യാസമാണോ ഉള്ളത്? ഒരു വ്യത്യാസവും ഇല്ല. ഒരു വ്യത്യാസവും ഇല്ല. ജിഹാദികളെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെ ഇവരെയും കാണേണ്ടി വരും എന്നല്ല, കണ്ടിരിക്കും. ഇപ്പൊ അങ്ങനെയാണ് ഇവരെ കാണുന്നത്. അത് ഇവർക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ രാജ്യത്തെ വിഭജിക്കുക, ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുക, ഈ രാജ്യത്തെ നശിപ്പിക്കുക, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യവും ഇത് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ളവരുടെ ഇവരും അത് തന്നെയാണ്. ഇവർ അതിന് കുറച്ചുകൂടെ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ വഴിയാണ് ഇവർ സ്വീകരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കാരെ കണ്ടിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത്രയും നല്ല മനുഷ്യർ ലോകത്തില്ലെന്ന് വിചാരിക്കും. നല്ല അടിപൊളിയായിട്ട് ഇവർ സംസാരിക്കുന്നത്, ഭയങ്കര താത്വിക അവലോകനം നടത്തും, എല്ലാം നടത്തും. പക്ഷെ പറഞ്ഞു വെച്ച് വരുന്ന സാധനം മുഴുവൻ എന്താണ്? ഒന്നാം തരം ഭീകരവാദത്തിന് വളവേകുന്ന കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ രാജ്യം വരണം, നമ്മുടെ നിയമം വരണം എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നതിന്റെ ആകെ പൊരുൾ. ഇത് തന്നെയാണ് ഇവന്മാരും ചെയ്യുന്നത്. അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് വന്നത്. ഇപ്പൊ അമേരിക്ക വന്നിട്ട്, ഇന്നലെ UK ആയിരുന്നു, ഇന്നിപ്പോ അമേരിക്ക സെനറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കിയിരുന്നു ഇവിടെ എന്നുള്ള കാര്യം വ്യക്തമാണ്. വലിയ രീതിയിൽ മതപരിവർത്തനം നടത്തിയിരുന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ മതപരിവർത്തനം അല്ല ധനുഷ്യ ഇവിടെ പ്രശ്നം. മതപരിവർത്തനം ആർക്കും നടത്താം, മതപരിവർത്തനം നടത്താൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ മതത്തെ കുറിച്ച് നമുക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. മതപരിവർത്തനം അല്ല, ഈ ഫണ്ട് മേടിച്ചിട്ട് നക്സൽസ്, ഈ പരിസ്ഥിതി നിന്നും മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നുള്ള NGOകൾക്കും ഇല്ല, അങ്ങനെയുള്ളവരെ ഇളക്കി വിട്ടുകൊണ്ട് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുക, അസ്ഥിരത ഉണ്ടാക്കുക, എന്നിട്ട് ഭാവിയിൽ ഈ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് പ്രത്യേക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത് ഒരു രഹസ്യ അജണ്ടയാണ്. കട്ടിങ് സൗത്ത് ആകാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ചേർത്തുകൊണ്ടുള്ള ദൈവരാജ്യമുണ്ട്, പിന്നെ ഇസ്ലാമിസ്റ്റുകളുടെ ഇന്ത്യയുണ്ട്, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഇവിടെയുണ്ട്. അതിന്റെ ഒരു മുന്നൊരുക്കമാണ് ഇവർ കുറെ നാളായിട്ട് നടത്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ തീരദേശ മേഖലയിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ ആദ്യകാലം പ്രവർത്തനം നടത്തിയത്. അവിടെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ NGOകളെ കൊണ്ട് തടഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് വിഴിഞ്ഞമായിരുന്നു. വിഴിഞ്ഞത്ത് എത്ര സമരങ്ങൾ നടത്തി അത് തടയുന്നതിന് വേണ്ടിയിട്ട്. കൂടംകുളത്ത് അന്ന് ഇച്ഛാശക്തിയുള്ള 2 മുഖ്യമന്ത്രിമാർ, ഒന്ന് പിണറായി വിജയനെ നമ്മൾ സ്മരിക്കുന്നത് ഇവിടെയാണ്. പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് ആ വിഴിഞ്ഞത്തില് ആ സമരത്തെ പൊളിച്ചുകൊണ്ട് മുമ്പ് കോൺഗ്രസ് ആരും ചെയ്യില്ലായിരുന്നു. ഇതിനു മുമ്പ് കൂടംകുളത്ത് സമരം വന്നു. ജയലളിതയുടെ ഒറ്റ ഇച്ഛാശക്തിയിലാണ് കൂടംകുളത്ത് ഇത് മുമ്പോട്ട് പോയത്. ഇല്ലെങ്കിൽ കാരണം ഇവിടെ ഊർജ്ജ പ്രതിസന്ധി വരണം. അതായത് അവിടെ ഇത് ന്യൂക്ലിയർ പ്ലാന്റ് വരരുത്, വരാതെ നമ്മൾ ഇരുട്ടിക്കിടക്കണം. ഇരുട്ടിക്കിടക്കുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കടന്നു കയറാൻ.
കണ്ടില്ലേ ഇരുട്ട്, ഒരു വികസനവും ഈ രാജ്യത്തില്ല, നിങ്ങൾ സംഘടിക്കണം, ഭരണകൂടത്തിനെതിരാകണം എന്ന് പറയണം, നിങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്, ഞങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടും എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ഈ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞത്. പക്ഷേ FCRA വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. FCRA ബില്ല് പിന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണഗതി BJPയുടെ ഒരു സ്വഭാവം അനുസരിച്ച്, കേന്ദ്ര സർക്കാരിന്റെ ഒരു രീതി അനുസരിച്ച് അവരുടെ പ്രധാനപ്പെട്ട പല ബില്ലുകളും അവർ ലിസ്റ്റ് ചെയ്യാറില്ല. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ബില്ല് കൊണ്ടുവരും, വൈകുന്നേരം ആകുമ്പോൾ പാസ്സാക്കി വീട്ടിൽ പോകുന്നതാണ്. അത് അവരുടെ ഒരു രീതിയാണ്. ലിസ്റ്റ് ചെയ്യുന്ന ബില്ലുകൾ ഉണ്ടാവും. ഇപ്പൊ ഇത് രസകരമായ കണ്ട് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സഭാ സമ്മേളനം ഇത്രയും ദിവസം ഈ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ബഹളമായിരുന്നല്ലോ, ബഹളമാണ്, ചീത്തവിളി എല്ലാം നടത്തി. അതിന്റെ ഇടയിൽ 5 ബില്ല് അവന്മാർ പാസ്സാക്കി കൊണ്ടുപോയി. ഒരു മാധ്യമങ്ങളും അത് വാർത്ത ചെയ്തില്ല. 5 ബില്ലുകളാണ് പാസ്സാക്കി കൊണ്ടുപോയത്. പ്രധാനപ്പെട്ട 5, ഒരു ബില്ല് മാത്രം ഇവരെല്ലാം കൂടി ഇരുന്ന് പാസ്സാക്കിയായിരുന്നു. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നതായിട്ടുള്ള ബില്ല്. ബാക്കിയുള്ള 4 ബില്ലും ഇവന്മാരും ബഹളം വെച്ച് ഇറങ്ങിപ്പോവുകയും തലകുത്തി മറിയുകയൊക്കെ ചെയ്തു. അവരുടെ ഇടയിൽ കൂടെ അവരത് പാസ്സാക്കി എടുത്തോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത ബില്ല് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അത് ഇന്ന് ഈ ആഴ്ച ഒടുക്കം, ഒരുപക്ഷെ വെള്ളിയാഴ്ച വരും, ഇല്ല എന്നിട്ട് അടുത്ത ആഴ്ച ഫസ്റ്റിൽ ഉണ്ടാകും. അത് അമിത്ഷാ തന്നെ ആയിരിക്കും അവതരിപ്പിക്കുകയും ചെയ്യും.